അതായത് ഈ 4 ജില്ലകളിൽ LDFന് ഒരാളെപ്പോലും വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സർവേ വരാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അത് ഉടൻ തന്നെ അത് പ്രസിദ്ധീകരിക്കും. ആ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സുനിൽ കനകരു ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ളൊരു മാധ്യമത്തിന് വേണ്ടിയിട്ട് ഒരു സർവേ ഏജൻസി നടത്തിയിരിക്കുന്ന ഒരു സർവേ ഉണ്ട്. ഈ സർവേയിൽ UDFനാണ് കൂടുതലായിട്ട് പ്രാമുഖ്യം പറയുന്നത്. UDF തന്നെ അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. പാലായിൽ ഈ പ്രാവശ്യം നടക്കാൻ പോകുന്ന മത്സരം എന്ന് പറയുന്നത് LDFും BJPയുമായിട്ടുള്ള മത്സരമാണ്. ഷോൺ ജോർജും ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആരാണോ മത്സരിക്കുന്നത് അവരുമായിട്ടുള്ള മത്സരമായിരിക്കും നടക്കുന്നത്. സഭ പിന്തുണ കൊടുത്താലും 2000 വോട്ടിന് മേളിലൊന്നും ഒരു സഭ വിചാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ ലത്തീൻ കത്തോലിക്ക സഭ പറയുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്ത പക്ഷം ഒരു സംശയമുണ്ട്, KJ മാക്സി അവിടെ വിജയിക്കും. സുനിൽ കനകലു കോടികൾ മുടക്കിക്കൊണ്ട് കേരളത്തിലൊരു നരേറ്റീവ് ഉണ്ടാക്കി ഇവിടുത്തെ LDF തകർന്നുപോയി എന്ന് പറയുമ്പോഴും ഇവിടുത്തെ UDFന് ഏകീകൃതമായൊരു ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം UDF തിരിച്ചറിയുകയാണ് വേണ്ടത്. നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി സുനിൽ കനകലു പുതിയൊരു ക്യാമ്പയിന് കൂടി തുടക്കമിട്ടിരിക്കുകയാണ്. വാഷ് ഔട്ട് ക്യാമ്പയിൻ എന്നാണ് ഇതിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത്. ചില ജില്ലകളിൽ CPMനെ അപ്രത്യക്ഷരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. മറ്റ് ചില ജില്ലകളിൽ CPMനെ 3ാം സ്ഥാനത്തേക്ക് മാറ്റുക എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു ക്യാമ്പയിൻ? ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സുനിൽ കനകരു ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു നരേറ്റീവ് സൃഷ്ടിച്ചതിന് ശേഷം ആ നരേറ്റീവിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം നശിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം, ആ തന്ത്രം പയറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങളിൽ UDFന് അനുകൂലമായിട്ടുള്ള സർവേകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും അടുത്ത് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം, ആ മാധ്യമം ഏതാണെന്ന് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, കേരളത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ളൊരു മാധ്യമത്തിന് വേണ്ടിയിട്ട് ഒരു സർവേ ഏജൻസി നടത്തിയിരിക്കുന്ന ഒരു സർവേ ഉണ്ട്. ഈ സർവേയിൽ UDFനാണ് കൂടുതലായിട്ട് പ്രാമുഖ്യം പറയുന്നത്. UDF തന്നെ അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LDFന് 60+, 60-ന് മുകളിൽ സീറ്റ് കിട്ടും എന്നുള്ളൊരു പ്രവചനമുണ്ട്. ഈ പ്രവചനം നടത്തുന്ന സമയത്ത്, അതായത് UDF അധികാരത്തിൽ വരും, LDF ഭരണത്തിൽ നിന്ന് മാറും എന്ന് പറയുന്ന സമയത്തും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ പരിപൂർണമായിട്ടും LDF വാഷ് ഔട്ട് ആകും എന്നുള്ള രീതിയിലുള്ള വാഷ് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സീറ്റ് പോലും 0 സീറ്റിലേക്ക് പോകും എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ ഈ സർവേയുടെ ഒരു പൊള്ളത്തരം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. ഒരു കാര്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തുള്ള ചില സർവേ ഏജൻസികൾ അവരൊക്കെ നാഷണലി അക്രഡിറ്റേഷനൊക്കെ ഉള്ള ആളുകളായിരിക്കാം. പക്ഷെ അവരുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പം ചില ആളുകൾ ഈ ചക്ക വീണ് മുയല ചത്തു എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് യാതൊരുവിധ കഴിവും ഇല്ലാതിരുന്നിട്ടും ഇതിനുശേഷം ഇവരൊക്കെ വലിയ വലിയ പ്രതിഭകളായിട്ട് ചില ആളുകൾ ചിത്രീകരിക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയുള്ള ചില സ്ഥാപനങ്ങളാണ് ഇങ്ങനെയുള്ള സർവേകളുടെ പിന്നിലുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ചാനൽ നടത്തിയ സർവേ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ സർവേ, ആ സർവേയിൽ അവർ കേരളത്തിൽ 24 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് എന്ന് സർവേയിൽ പറഞ്ഞ കക്ഷികളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ മാധ്യമമായിരുന്നു അത്. അപ്പോൾ ഈ യുദ്ധം നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ വാഷ് ഔട്ട് എന്നുള്ള പദം, അതായത് ഈ 4 ജില്ലകളിൽ LDFന് ഒരാളെപ്പോലും വിജയിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സർവേ വരാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അത് ഉടൻ തന്നെ അത് പ്രസിദ്ധീകരിക്കും. ആ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. 60+ അപ്പോഴും അവിടെ LDFനുണ്ട്. ഇനി നമുക്ക് ഈ പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലും ഒക്കെ LDFന്റെ അവസ്ഥ അത്രയ്ക്കങ്ങ് പരിതാപകരമായിരിക്കുമോ എന്നുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം തന്നെ നമുക്ക് എടുക്കേണ്ടത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ LDFന് 0 സീറ്റ്സാണ് ഈ സർവേ പ്രവചിക്കുന്നത്. ഈ 0 സീറ്റ്സ് പ്രവചിക്കുന്ന സമയത്ത് തിരുവല്ലയിൽ ഇപ്രാവശ്യം മത്സരിക്കാൻ വേണ്ടി പോകുന്നത് BJP കാൻഡിഡേറ്റായിട്ട് മത്സരിക്കാൻ പോകുന്ന അനൂപ് ആന്റണിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ LDF സ്ഥാനാർത്ഥിയായിട്ട് മാത്യു ടി തോമസ് തന്നെ മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളാണുള്ളത്. UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ നിലവിൽ പറഞ്ഞു കേൾക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ വർഗീസ് മാമനാണ്. അപ്പോൾ ഇവർ 3 പേരും തമ്മിലുള്ള ഒരു മത്സരത്തിൽ അനൂപ് ആന്റണി പിടിക്കുന്ന വോട്ടുകൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. 35,000-ഓളം വോട്ട്
അവിടെ BDJS സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്, NDAയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. അതുകൂടാണ്ട് അവിടെയുള്ള സഭയ്ക്കകത്തൊക്കെ അനൂപ് ആന്റണിക്ക് ഉള്ള സ്വാധീനം കൂടി നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ഈ വർഗീസ് മാമൻ എന്ന് പറയുന്ന ആൾക്കും സഭയായിട്ട് ബന്ധമുണ്ട്, ഈ പറഞ്ഞ മാത്യു ടി തോമസിന് സഭയുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവസാന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അത് മാത്യു ടി തോമസിന് അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല. അതിന് മാത്രമുള്ള ഒരു ഭരണവിരുദ്ധ വികാരമൊന്നും തിരുവല്ലയിൽ ആഞ്ഞടിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ തന്നെ അനൂപ് ആന്റണിയെ സംബന്ധിച്ച് അനൂപ് ആന്റണിയുടെ പ്രകടനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തും. ഒരു പക്ഷേ വിജയത്തിന് അടുക്കൽ വരെ എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ആദ്യത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരുവല്ലയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് കോന്നിയാണ്. കോന്നിയിൽ ഒരുപക്ഷെ അടൂർ പ്രകാശ് വന്നു കഴിഞ്ഞാൽ ശക്തമായ ഒരു മത്സരം നടന്നേക്കാം. ആ ശക്തമായ മത്സരത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. മറിച്ച് ആറന്മുളയിൽ വീണ ജോർജ് തന്നെയാണ് മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ LDFന്റെ അതേപോലത്തെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ, ആറന്മുളയിലൊന്നും LDFനെ തോൽപ്പിക്കാൻ പറ്റുന്നൊരു സംഘടനാ സംവിധാനമോ കാര്യങ്ങളോ ഒന്നും നിലവിൽ UDFന്റെ കൈവശം ഇല്ല എന്ന് തന്നെ അവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഒരുപക്ഷെ അബിൻ വർക്കിയാണ് അവസാനം ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുമെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഈ അബിൻ വർക്കിയെ വെട്ടാൻ വേണ്ടിയിട്ട് അവിടെ രാഹുൽ മാങ്കൂട്ടം ഉണ്ടെന്നേ, ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടെന്നേ. കാരണം ഈ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ജനീഷ് കുമാറാണ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വാശിയും വൈരാഗ്യവും ഒക്കെ ഇല്ലാതിരിക്കുമോ? അബിൻ വർക്കി അവിടെ ആറന്മുളയിൽ വന്നു കഴിഞ്ഞാൽ ഈ അബിൻ വർക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ വിവാദങ്ങളെല്ലാം ഉയർത്തിവിട്ടത് എന്നുള്ള ആരോപണം നേരിടുന്ന ആളും കൂടിയാണ് അബിൻ വർക്കി. അപ്പോൾ ആ അബിൻ വർക്കിയെ ഈ പറഞ്ഞ ആറന്മുളയിൽ വിജയിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? രാഹുൽ കാലുവാരി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടാത്ത കാര്യമുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആറന്മുളയുടെ കാര്യത്തിൽ തീരുമാനമാകുമല്ലോ. പിന്നെ ഉള്ളത് അടൂരാണ്. അടൂർ ഒരു കനത്ത മത്സരത്തിന് സാധ്യതകളുണ്ട്. നമ്മൾ ആ സാധ്യതകളെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ റാന്നിയാണ്. ഈ റാന്നി മണ്ഡലത്തിൽ പ്രമോദ് നാരായണനെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് റിങ്കു ചെറിയാൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. റിങ്കു ചെറിയാൻ തന്നെ എനിക്ക് ഇപ്രാവശ്യത്തോടെ റാന്നിയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. 2 പ്രാവശ്യം അങ്ങനെ പരാജയപ്പെട്ടിട്ടുണ്ട്, അത് 1 പ്രാവശ്യമാണ് പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3-ൽ 2 ഒരുപക്ഷെ 4-ഓ 1-ഓ എന്നൊക്കെയുള്ള രീതിയിലേക്കായിരിക്കും ഈ പറയുന്ന പത്തനംതിട്ട ജില്ല പോവുക. എല്ലാം പോട്ട് 2 സീറ്റ് അവിടെ ഏറ്റവും കുറഞ്ഞത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആറന്മുളയും കിട്ടും, അതോടൊപ്പം തന്നെ തിരുവല്ലയും റാന്നിയും 3 സീറ്റ് LDFന് ഷുവർ സീറ്റാണ്. അപ്പോൾ ഈ 60+ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 3 സീറ്റും കൂടെ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ എത്രയാവും? 63 സീറ്റ് ആവുമല്ലോ. ഈ സർവേയുടെ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ കോട്ടയം ജില്ലയിൽ 1 സീറ്റ് പോലും കിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ തറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് പറ്റും, വൈക്കത്തും കാഞ്ഞിരപ്പള്ളിയിലും ഒരു മത്സരവും നടക്കത്തില്ല. ഏറ്റുമാനൂര് ഉറപ്പായിട്ടും നടക്കില്ല. കാരണം ഏറ്റുമാനൂർ എന്ന് പറയുന്നത് എന്റെ മണ്ഡലം കൂടിയാണ്. ഏറ്റുമാനൂരിലത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്, കുമരകം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു ഉറച്ച കോട്ട തന്നെയാണ്. അവിടെ ഈ പറയുന്ന രീതിയിൽ LDFന്റെ ഒരു വോട്ട് ബാങ്കിനെ അവിടെ പൊളിക്കാൻ വേണ്ടി കഴിയില്ല. ഇത്തവണ അവിടെ നിന്ന് കുമരകം ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് UDF ആണ് വിജയിച്ചു വന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും തിരുവാർപ്പ് എന്ന് പറയുന്നത് LDFന്റെ ശക്തമായിട്ടുള്ള ഒരു കോട്ട അവിടെ ഉണ്ട്. അത് മാത്രമല്ല, തിരുവാർപ്പ് മാത്രമല്ല, കുമരകം പഞ്ചായത്ത്, ഇത്തവണ കുമരകം പഞ്ചായത്തിൽ BJPയും UDFും ഒരുമിച്ചാണ് അവിടെ ഭരിക്കുന്നത്. അതും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും UDFനോട് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു വിജയത്തിന് ശേഷം തന്നെ അവിടെ ഒരു പൊതുവായിട്ടുള്ള ഒരു വികാരം UDFനെതിരെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ 3 സീറ്റായോ? ഏറ്റുമാനൂർ ഉൾപ്പെടെ 3 സീറ്റായോ? നാട്ടക സുരേഷാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. നാട്ടക സുരേഷിനോട് അവിടെയുള്ള ആളുകളുടെ താല്പര്യം എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും ധാരണയുള്ളതാണ്. പിന്നെ ഞാനൊരു കാര്യം പറയേണ്ടത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോട്ടയത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ യാഥാർത്ഥ്യം കൃത്യമായിട്ട് അറിയാവുന്ന ചില ആളുകളുണ്ട്. ഉമ്മൻചാണ്ടി സാറിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളുടെ എല്ലാം സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഇടതുപക്ഷത്തിൻ്റെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ വരികയും ശക്തമായ പ്രചരണം അവിടെ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവസ്ഥ മാറത്തില്ലേ? എന്തായി പറയുന്നത്? കോട്ടയം പോട്ടെ, UDFന് തന്നെ വിട്ടുകൊടുക്കുക. അത് കഴിഞ്ഞ് വിട്ട് വരുമ്പോഴത്തേക്ക് കടുത്തുരുത്തിയിലും കനത്ത മത്സരം നടക്കുമെന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. കൃത്യമായ രീതിയിൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ കടുത്തുരുത്തിയും പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ വരുന്നത് പാലയാണ്. എല്ലാവരും കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, പാല നിയോജക മണ്ഡലം എന്ന് പറയുന്നത് ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത് കനത്ത മത്സരമാണ്.
ആ കനത്ത മത്സരത്തിന് ഒടുവിൽ അവിടെ നടക്കാൻ പോകുന്ന മത്സരം LDFും BJPയും തമ്മിലുള്ള മത്സരം. പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ഒരുപക്ഷെ ഈ നമ്മളുടെ ഈ വീഡിയോയ്ക്കിടയിൽ വന്ന് ആരെന്ത് തെറി എഴുതിയാലും എന്തൊക്കെ വാദങ്ങൾ നടത്തിയാലും എന്തൊക്കെ പച്ചത്തെറി പറഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, പാലായിൽ ഈ പ്രാവശ്യം നടക്കാൻ പോകുന്ന മത്സരം എന്ന് പറയുന്നത് LDFും BJPയുമായിട്ടുള്ള മത്സരമാണ്. ഷോൺ ജോർജും ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആരാണോ മത്സരിക്കുന്നത് അവരുമായിട്ടുള്ള മത്സരമായിരിക്കും നടക്കുന്നത്. UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ പിക്ചറിൽ പോലും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് വസ്തുത. ദിവസങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ ഇത്രത്തോളം കോൺഫിഡൻസോടുകൂടി പറയണമെന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ബോധ്യം ഉള്ളതുകൊണ്ടാണല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ചങ്ങനാശ്ശേരിയിലേക്ക് പോവുക. ചങ്ങനാശ്ശേരിയിൽ ഒരു പക്ഷേ ടൈറ്റ് മത്സരം വന്നേക്കാം. സഭയ്ക്ക് ചില താല്പര്യങ്ങളുണ്ട്. സഭയുടെ താല്പര്യങ്ങൾ വെച്ചിട്ട് അവിടെ ചില സ്ഥാനാർത്ഥികൾ വരാനായിട്ട് സാധ്യതകളുണ്ട്. അങ്ങനെ സഭ പിന്തുണ കൊടുത്താലും 2000 വോട്ടിന് മേളിലൊന്നും ഒരു സഭ വിചാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും ഏറിപ്പോയി കഴിഞ്ഞാൽ 2000 വോട്ടാണ്. ബാക്കിയുള്ളതൊക്കെ അവിടെയുള്ള ജനങ്ങൾ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്. അവിടെയും കനത്ത മത്സരം തന്നെ നമ്മൾ പ്രതീക്ഷിച്ച് പറ്റത്തുള്ളൂ. പിന്നെ ഉള്ളത് പൂഞ്ഞാറാണ്. പൂഞ്ഞാറിൽ രണ്ടും കൽപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടുത്തെ നിലവിലത്തെ LDFിൻ്റെ MLA പരാജയപ്പെടുത്താൻ ശേഷിയുള്ള ഒരു കാൻഡിഡേറ്റ് അവിടെ ഇല്ല. പൂഞ്ഞാറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വേറൊരു സംഗതി കൂടി പറയേണ്ടതുണ്ട്. കാരണം പൂഞ്ഞാറിൽ ഇത്തവണ UDF സ്ഥാനാർത്ഥി എന്ന് പറയുന്ന വളരെ ദുർബലനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ UDFിൻ്റെ ഒരു പ്രാദേശിക നേതാവിനെയാണ് നിർത്താൻ ഉദ്ദേശിക്കുന്നത്. മറുഭാഗത്ത് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തന്നെ വരുന്ന പക്ഷം PC ജോർജിനെതിരായിട്ട് ഇപ്പുറത്തൊരു വികാരം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂഞ്ഞാറിലുള്ള ആളുകൾ ഒരിക്കലും ഒരു റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമെന്ന് തോന്നില്ല. അതുകൊണ്ട് തന്നെ പൂഞ്ഞാറിൽ തീർച്ചയായിട്ടും സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. പിന്നെ ഉള്ളത് പുതുപ്പള്ളിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് തർക്കങ്ങളൊന്നുമില്ല. പിന്നെ കോട്ടയം ജില്ലയിൽ എവിടെ വാഷ് ഔട്ടായി പോകുമെന്നാണ് ഈ പറയുന്നത്. ഈ സർവേയുടെയൊക്കെ ഒരു ആധികാരികത എന്താണ്? കോട്ടയം ജില്ലയിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എന്താണ്? കാരണം വികസനത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നിടത്ത് കോട്ടയം എന്ന് പറഞ്ഞ അക്ഷര നഗരിയല്ലേ, വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ. അവർ വികസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതോടുകൂടി മാറ്റം സംഭവിക്കത്തില്ലേ? എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കാൻ? ഒരു മാറ്റം സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും കുറഞ്ഞ 9 സീറ്റുള്ളതിൽ എനിക്ക് തോന്നുന്നു 5 സീറ്റെങ്കിലും LDF പക്ഷത്ത് പോട്ടെ, 4 സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് LDFിൻ്റെ പക്ഷത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. അപ്പോൾ ഇവർ ഈ പറഞ്ഞ പത്തനംതിട്ടയിലെ ബിഗ് സീറോയോട് 3 ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കോട്ടയത്തെ 4 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 67 സീറ്റിലേക്ക് എത്തുമോ? 67ലേക്ക് എത്തൂലോ ഇവരുടെ ഈ സർവേ പ്രകാരമാണ്. അടുത്തതിന് വരെ നമ്മൾ വരുമ്പോഴത്തേക്ക് എറണാകുളം ജില്ലയിൽ വൈപ്പിൻ, അതോടൊപ്പം തന്നെ കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ ലത്തീൻ കത്തോലിക്ക സഭ പറയുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാത്ത പക്ഷം ഒരു സംശയമുണ്ട്, KJ മാക്സി അവിടെ വിജയിക്കും. ഇപ്പോഴത്തെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് നിലവിലത്തെ DCC പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസാണ് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, അവിടെ LDF തന്നെ വിജയിക്കും. കൊച്ചി. പിന്നെയുള്ളത് കളമശ്ശേരിയാണ്. കളമശ്ശേരിയിൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കിയതിന് ശേഷമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അത് ടൈറ്റ് ഫൈറ്റ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ കുന്നത്തുനാട് ഒരു പക്ഷേ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020യുടെ സ്ഥാനാർത്ഥി വരികയും BJPയുടെ സപ്പോർട്ട് കൂടെ കിട്ടുകയും ചെയ്യുന്നതോടുകൂടി അവിടെ NDAക്ക് ഒരു സാധ്യത ഉണ്ടാവാം. അപ്പോഴും നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്, ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ഇപ്പോഴത്തെ LDFിൻ്റെ MLA ആയിട്ട് ശ്രീ PV ശ്രീനജൻ. ആ കോൺഗ്രസ് ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംയുക്ത മുന്നണി ഉണ്ടാക്കി അവിടെ നേട്ടം കൊയ്യാനായിട്ട് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നേട്ടങ്ങൾ കൂടി വരുന്ന സമയത്ത് ശ്രീനജനോட സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ ആ ശ്രീനജനെ പരാജയപ്പെടുത്താനായിട്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തർത്ഥമാണുള്ളത്? 2 സീറ്റ് പിടിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ വൈപ്പിനും അതോടൊപ്പം തന്നെ കൊച്ചിയും. വൈപ്പിൻ പിടിക്കാനായിട്ട് ഇപ്പോൾ പിടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെയുള്ള സാധ്യതകൾ വിദൂരമാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ പറയട്ടെ, VD സതീശനെതിരെ അതിശക്തമായ സ്ഥാനാർത്ഥിയാണ് വരുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം കൂടെ അതിൻ്റെ അകത്തളത്തിൽ നടക്കുന്ന ഗെയിമുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായ ധാരണ നമുക്കുണ്ടല്ലോ, കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു പക്ഷേ പറവൂര് തന്നെ റിസ്ക് ഫാക്ടറുകളുണ്ട്. അതുകൂടാണ്ട് മൂവാറ്റുപുഴ എന്ന കുഴൽനാടൻ ഏറ്റവും വലിയ ജനകീയ MLA ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡ് എത്ര വർഷമായിട്ട് കിടക്കുന്നതാണ്? 10 വർഷമായിട്ട് ആ മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡിന് എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അത് പൊളിച്ചിട്ടിട്ട് 10 വർഷമായി. ജോസഫ് വാഴക്കൻ അവിടെ MLA ആയിട്ടിരിക്കുന്ന സമയത്താണ് ആ പദ്ധതി അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ജോസഫ് വാഴക്കൻ അവിടെ ഉള്ള സമയത്ത് MLA ആയിട്ടിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന പദ്ധതികളും പരിപാടികളും മാത്രമേ ഈ മൂവാറ്റുപുഴയിൽ ഇപ്പോഴും ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ കാണാതെ മൂവാറ്റുപുഴക്കാരിയ്ക്കുമോ? ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉള്ളതൊന്നും മൂവാറ്റുപുഴക്കാർ കാണാതിരിക്കുമോ? ആലുവ കോൺഗ്രസിൻ്റെ ഉറച്ച മണ്ഡലം, അങ്കമാലിയും വിട്ടുകൊടുത്തത്, എറണാകുളം വിട്ടുകൊടുക്കുക, പിറവും വിട്ടുകൊടുത്തേക്കുക. പക്ഷെ ബാക്കിയുള്ള 10 സ്ഥലത്തും കനത്ത മത്സരമല്ലേ നടക്കാൻ വേണ്ടി പോകുന്നത്.
അതിനുശേഷം പിന്നെ അവിടെ മത്സരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമ്മതിക്കാൻ പറ്റുക? മൂവാറ്റുപുഴയിലൊക്കെ അതിശക്തമായ മത്സരമുണ്ട്. വികസന മുരടിപ്പ് എന്ന് പറയുന്നത് വലിയ വാദമാണ്. ഇപ്പൊ എല്ലാവരും മാത്യു കുഴൽനാടനെ കുറിച്ച് എല്ലാവരും വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്യു കുഴൽനാടൻ വലിയ സീനിയർ അഡ്വക്കേറ്റ്സിനൊക്കെ വെച്ച് വാദിച്ച് കേസുകൾ വിജയിക്കുന്നുണ്ട്. അതിനുശേഷം പത്രക്കാരുടെ മുമ്പിൽ വന്നതുകൊണ്ട് മാത്യു കുഴൽനാടൻ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. മാത്യു കുഴൽനാടൻ സ്വന്തമായിട്ട് കോടതിക്കകത്ത് വാദിച്ചിട്ടുള്ള എത്ര കേസുകളുണ്ട്? ഇത് കോടതി മുറിക്കകത്തുള്ള ആളുകളൊക്കെ ഇത് അന്വേഷിക്കുക. സുപ്രീം കോടതി വക്കീലാണ്, ഹൈക്കോടതി വക്കീലാണ് എന്നൊക്കെയല്ലേ പറയുന്നത്. മാത്യു കുഴൽനാടൻ നേരിട്ട് വാദിച്ചിരിക്കുന്ന എത്ര കേസുകളുണ്ട്? സീനിയേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യാതെ നേരിട്ട് വാദിച്ചിരിക്കുന്ന എത്ര കേസുകളുണ്ട്? ഏതെങ്കിലുമൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ തല്ലുകൊണ്ട് അകത്തു പോകുന്ന സമയത്ത് അവരെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പിയർ നടത്തിയിട്ടുണ്ടാവും. അതിനപ്പുറത്തുള്ള ഒരു കേസും നടത്തിയിട്ടില്ല. ഇതൊക്കെ പൊളിഞ്ഞു വീഴാൻ പോകുന്ന സംഭവങ്ങളാണ്. അതിനിടയ്ക്കാണ് പറയുന്നത് എറണാകുളം ജില്ലയിൽ കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആവും LDF എന്ന്. ഏറ്റവും കുറഞ്ഞത് 4 സീറ്റെങ്കിലും എറണാകുളം ജില്ലയിൽ നിന്ന് LDF ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും നമ്മൾ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ നമ്മൾ കണക്ക് കൂട്ടുക. പത്തനംതിട്ടയിലെ 3, കോട്ടയത്തെ 4, 63, 4, 67, എറണാകുളത്തെ 4 കൂടെ ആകുമ്പോഴത്തേക്ക് 71 സീറ്റായോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നതാണ് ഇടുക്കിയിൽ 0 ആയിരിക്കുന്നത്. ഇടുക്കിയിൽ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സ്ഥലമാണ് ഇടുക്കിയും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഉടുമ്പൻചോലയും ദേവികുളം. ഈ 3 മണ്ഡലങ്ങളിൽ ഒരു തരത്തിലും LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഒരു തരത്തിലും പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കത്തില്ല. ഇതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കനകലൂരിൻ്റെ സർവേ പ്രകാരം ഇപ്പോൾ തന്നെ 71 നിൽക്കുന്ന എറണാകുളം കഴിയുമ്പോഴത്തേക്ക് പ്ലസ് ഇടുക്കിയുടെ 3 കൂടെ ആകുമ്പോഴത്തേക്ക് 74 സീറ്റാകുമോ? 74 സീറ്റാകുമോ? അപ്പോൾ പിന്നെ ആരാണ് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നത്? ആരാണ് അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നത്? സുനിൽ കനകലു കോടികൾ മുടക്കിക്കൊണ്ട് കേരളത്തിലൊരു നരേറ്റീവ് ഉണ്ടാക്കി ഇവിടുത്തെ LDF തകർന്നു പോയി എന്ന് പറയുമ്പോഴും ഇവിടുത്തെ UDFന് ഏകീകൃതമായൊരു ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം UDF തിരിച്ചറിയുകയാണ് വേണ്ടത്. അവരൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആദ്യമായിട്ട് പ്രഖ്യാപിക്കട്ടെ. ഇന്നയാളായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. രമേശ് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതല്ലെങ്കിൽ VD സതീശനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതല്ലെങ്കിൽ KC വേണുഗോപാലായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അതല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കട്ടെന്നേ. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാൻ സാധിക്കാതെ ഒരു ശബരിമല മാത്രം വെച്ചുകൊണ്ട് എത്ര നാൾ ഈ ശബരിമല മാത്രം വെച്ചുകൊണ്ട് ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി സാധിക്കുമോ? അട്ടിമറിക്കാൻ വേണ്ടി സാധിക്കുമോ? രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഈ നരേറ്റീവുകളെ ഒക്കെ മറികടന്നുകൊണ്ട് മുമ്പോട്ട് വരാനായിട്ട് LDFന് സാധിക്കും. പക്ഷേ UDFന് ഇതേ രീതിയിലുള്ള LDFനോട് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കനകലുവിൻ്റെ കുതന്ത്രത്തിന് പുറകെ പോയിട്ട് കാര്യമില്ല. കനകലുവിൻ്റെ നരേറ്റീവുകൾക്ക് പിന്നാലെ പോയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഫീൽഡിലിറങ്ങി ബൂത്തിലിറങ്ങി പണിയെടുത്താൽ മാത്രമേ ഇവർക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. നമുക്ക് കനകലുവിനോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ ഇങ്ങനെ മണ്ടന്മാരും പൊട്ടന്മാരുമാക്കി കോടികൾ ഈ കനകലുമൊക്കെ വാരിക്കൊണ്ട് പോകുന്നത് കാണുമ്പോഴുള്ള സങ്കടം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയായാലും കനകലുവിന് വേണ്ടിയിട്ട് കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ നടത്താൻ പോകുന്ന സർവേയിൽ ഇതാണ് വരാൻ പോകുന്നത്. കോട്ടയം ജില്ലയിലും ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും എറണാകുളം ജില്ലയിലും LDF വാഷ് ഔട്ട് ആകും എന്നാണ് പറയുന്നത്. അത് വെറും ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ്. ആ സർവേക്ക് യാതൊരുവിധ ആധികാരികതയുമില്ല. അത് കോടികൾ കൊടുത്തുകൊണ്ട് സുനിൽ കനകലു ഈ പ്രമുഖ മാധ്യമത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.